അത് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഇനി പ്രേക്ഷകരിലേക്ക് വരുന്നത്. അതായത് സംസ്ഥാനത്ത് ഈ കക്ഷി നില പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ സർവേ. അതായത് 140 മണ്ഡലങ്ങളിൽ നടത്തിയ ഈ സർവേ ഫലം വരികയാണ്. 140 മണ്ഡലങ്ങളിൽ എത്ര സീറ്റുകൾ LDF-ന്, എത്ര സീറ്റുകൾ UDF-ന്, BJP എന്ത് നേടും, NDA എന്ത് നേടും എന്നുള്ളത് ജനങ്ങൾ എന്താണ് പറയുന്നത്, തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേ ഫലം. വോട്ട് വൈബ് സർവേ ഫലം ഇങ്ങനെയാണ്. LDF ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 71 എന്നുള്ളതാണ്. +or-3 ആ ഒരു ഡിഫറൻസ് ഓർക്കുക. 71 സീറ്റുകൾ LDF, UDF നേടാൻ പോകുന്നത് 67 സീറ്റുകൾ എന്നുള്ളതാണ്. NDA BJP 2 സീറ്റുകൾ +or-1 ഡിഫറൻസ് വരാം. UDF +or-3 എന്നും വരാം. അതായത് 70 സീറ്റുകൾ വരെ UDF-ന് കിട്ടാം, ഇല്ലേ? അതിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ 64 വരെ കുറയാം. LDF-ന് 74 സീറ്റുകൾ വരെ കിട്ടാം, കുറവ് സംഭവിക്കുകയാണെങ്കിൽ 68 വരെ വരാം. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ, വോട്ട് വൈബ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. മിനിയാന്ന് വരെയുള്ള ഡേറ്റയാണ് ശേഖരിച്ചിരിക്കുന്നത്. മിനിയാന്ന് വരെയുള്ള 21-ാം തീയതി വരെയുള്ള അഭിപ്രായമാണ് ഇത്. അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഏത് മുന്നണിക്കാണ് എന്ന് ജനങ്ങൾ പറയുന്നു. LDF 71, UDF 67, NDA 2 എന്നുള്ളതാണ് കണക്ക്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു നെക്ക് ഓൺ നെക്ക്, ഇഞ്ചോടിഞ്ചുള്ള പോരാട്ട ചിത്രം തന്നെയാണ് ഇതാ ഈ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സർവേയിലൂടെ പ്രേക്ഷകർ പറയുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു നേരിയ മുൻതൂക്കം ഇടതുപക്ഷത്തിന് അവകാശപ്പെടാം, പക്ഷേ തൊട്ടു പിന്നിൽ തന്നെ UDF ഉണ്ട് എന്നതാണ് സാഹചര്യം. നമുക്ക് ഡോക്ടർ ധനരാജ്, അവസാനമായി കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു കണക്കാണോ ഈ സർവേ മുന്നോട്ട് വെക്കുന്നത്? വളരെ നെക്ക് ആൻഡ് നെക്കായിട്ടുള്ള ഫൈറ്റ് ആണെന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ 3 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അത് ജയിച്ച മുന്നണിക്കാണ് നിയമസഭാ ഇലക്ഷനിൽ മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ഇതിലൂടെ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്, എല്ലാ തവണയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനത്തെക്കാളും 4.5% തൊട്ട് 5% വരെ LDF ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 33%, 33.5% ഉണ്ടായിരുന്ന LDF-ന് വേണമെങ്കിൽ 39-40% എത്താം. അതേസമയം UDF-ന് ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് ഏകദേശം 1.5-2% മാത്രമല്ല. ഇതാണ് കഴിഞ്ഞ 15 വർഷത്തെ കണക്ക്. അങ്ങനെ വരുമ്പോൾ 38% ഏതാണ്ട് ഈക്വൽ ആവും. രണ്ട് കക്ഷികളും നമ്മളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഈക്വൽ ആവുന്നൊരു അവസ്ഥയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണക്കുകളും ശരിയാവും. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ മുൻപ് ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ VD സതീശൻ്റെ നേതൃത്വം, പിണറായി വിജയൻ്റെ നേതൃത്വം, 4.5% ആൾക്കാർ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളൊരു സർവേ, അതെല്ലാം കൂടിയായിട്ടായിരിക്കാം അവസാന ഒരു ലാപ്പിൽ അടുത്തൊരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ കേരളത്തിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ള പഴയ എല്ലാ അസംബ്ലിയും ഇലക്ഷനിലും സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം 1%, 2%. കേരളം വലിയൊരു സ്വിംഗ് സ്റ്റേറ്റ് ആണ്. അതായത് 1% വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ മുന്നണിക്ക് ഒരുപക്ഷെ 8, 9 തൊട്ട് 12 സീറ്റ് വരെ വ്യത്യാസം വരാം. അപ്പോൾ ആ ഒരു 1% അല്ലെങ്കിൽ 1.5% സ്വിംഗ് വോട്ടായിരിക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ആത്യന്തികമായി നമ്മുടെ ഫലത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഘടകം. ശരിയാണ്. അതായത് ഇതുവരെ തീരുമാനം എടുക്കാതിരിക്കുന്ന അതേ ആളുകൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അവർക്ക് തീരുമാനം എടുക്കുവാൻ ഇനിയും 15 ദിവസത്തെ സമയമുണ്ട്. അവരായിരിക്കും വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ നിലവിലെ വോട്ട് വൈബ് സർവേ അനുസരിച്ച് LDF-ന് ചെറിയൊരു എഡ്ജ് വന്നിരിക്കുകയാണ്. അതായത് 2 ഫൈൻഡിങ്സ് നടത്താം. ഒന്ന്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പൊളിറ്റിക്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥി തർക്കമടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഒരു ഇമേജിന് അല്പം, UDF-ന്റെ ഇമേജിന് അല്പം കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ സർവേ ഫലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചേർന്ന് പോകുന്നതാണ്, കണക്കുകൾ ചേർന്ന് പോകുന്നതാണ്. കാരണം അവർ വോട്ട് ചെയ്യുന്ന ആളുകളുടെ കണക്കും വോട്ട് വൈബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഏത് മുന്നണിയാണ്, ഈ 2 മനസ്സുമുള്ള ആളുകളെ കുറിച്ച് പറയുകയും 4.5% ആളുകൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ധനരാജ് പറഞ്ഞതുപോലെ അതിൽ 41.6% എന്നുള്ള ആ 0.6% വ്യത്യാസം LDF-ന്റെ വോട്ടിൽ കാണുന്നു. അപ്പോൾ അത്
വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അത് വെച്ചുകൊണ്ടാണ് ±3 ഡിഫറൻസ് കൂടി വെച്ചുകൊണ്ട് 71 സീറ്റുകൾ വരെ LDF-ന്, 67 സീറ്റുകൾ വരെ UDF-ന് എന്നുള്ളതാണ്. കൗതുകമായ കാര്യം 67 എന്നുള്ളത് 70 വരെ എത്താം എന്നുള്ളതാണ്. 71 എന്നുള്ളത് LDF-ന്റേത് 68 വരെ താഴാം എന്നുള്ളതാണ്. അതായത് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BJP-ക്ക് 2 സീറ്റുകൾ വരെ കിട്ടാം. അത് 3 ആകാം, അല്ലെങ്കിൽ 1 ആകാം. എന്തായാലും രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന സർവേ ഫലങ്ങൾ തന്നെയാണ്. ഇനിയും അവശേഷിക്കുന്ന 15 ദിവസം കൂടിയുണ്ട് നിങ്ങൾക്ക് മുന്നിൽ. തരംഗങ്ങൾ ഉണ്ടാവാം, മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാവാം. നിലവിൽ ഈ സർവേ ഫലം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൽ ഇഞ്ചോടിഞ്ച് തെരഞ്ഞെടുപ്പ് പോരെ എന്ന മറ്റൊരു കാര്യമുണ്ട്. വോട്ട് വൈബിന്റെ അടുത്ത ഘട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. വോട്ട് വൈബ് സർവേ ഫലം സെക്കൻഡ് എഡിഷൻ കൂടി പുറത്തു വരാൻ ബാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് എന്തു മാറ്റമാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമാകുന്നു. ഓടിക്കയറുന്ന UDF-നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം അടുത്ത റൗണ്ട്, അടുത്ത 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയും. നമുക്ക് കാത്തിരിക്കാം. എന്താണ്, എങ്ങനെയാണ് കേരള ജനമനസ്സ് ചിന്തിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? കാത്തിരിക്കാം അടുത്ത സർവേ ഫലത്തിൽ.